ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓ എൻ്റെ ഇത് ചെയ്തത്. കാരണം വെച്ചാൽ അന്ന് ജോലിയൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് ഒരാളെന്നെ കളിയാക്കി ചോദിച്ചതാണ്, ആ ശ്രീനാഥ് ബ്രോ ഓ ഇതെനിക്ക് വല്ല അത്തർ വിൽക്കാൻ പോയിക്കോളാന്ന് ചോദിച്ചു. ആ അത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് മോശം രീതിയിലാണ് പറഞ്ഞത്. അത്തർ എന്ന് വെച്ചാൽ റോഡ് സൈഡിലൊക്കെ അത്തർ വിൽക്കണുണ്ടല്ലേ, അതുപോലെ തന്നെ താടിയും ഇതൊക്കെ വെച്ച ആൾക്കാരൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പള്ളിയുടെ അടുത്തും ദുബായിലൊക്കെ മറ്റേ പള്ളിയുടെ അടുത്തൊക്കെ ഇങ്ങനെ ഇതുപോലെ അത്തറിൻ്റെ ബോക്സിലൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ടാവും. ഓക്കെ 10 രൂപ 5 റംസ് 2 റംസിനൊക്കെ വിൽക്കണ. അതുപോലെയാണ് അവൻ ചോദിച്ചത്, ഒരു പണിയില്ലാണ്ട് ഇവിടെ കിടക്കണേക്കാളും നല്ലത്. ഞാൻ എൻ്റെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞാൽ അറിയില്ലല്ലോ. ഈവൻ ഈ കളിയാക്കണ തലേദിവസം വരെ ഞാൻ വണ്ടി വാഷ് ചെയ്യാനായിട്ട് അന്ന് 25-35 റംസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ പൈസയിൽ 30 റംസിന് കാറ് വാഷ് ചെയ്യേണ്ട എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബാഗിൽ തൂക്കിയിട്ട് ഒരു 6-7 ബോട്ടിൽ വെള്ളമൊക്കെ ഞാൻ എൻ്റെ ബാഗിലാക്കിയിട്ട് ഇത് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ കഴുകുകയും ചെയ്യാം, വാഷ് ചെയ്ത് തുടച്ച് ക്ലീൻ ആക്കാവുന്ന എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വഴി. ഇങ്ങനെ നടന്ന് പല സ്ഥലത്തും ചോദിച്ചു, പല സ്ഥലത്തും നാട്ടി തന്നെ വിട്ട്. എന്നുവെച്ചാൽ എനിക്ക് വേറെ മാർഗ്ഗമില്ല, എനിക്ക് വേറെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. ചില സമയത്ത് അങ്ങനല്ല, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ഞാൻ അങ്ങനെ വിഷമിച്ചിട്ട് ഒരു വഴി കൂടി പോയ ഒരാൾ എന്നെ പ്രാക്കണിട്ട് അയാൾ വണ്ടി നിർത്തിയിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങി തന്നു, സത്യം. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എവിടെയും കിട്ടണില്ല, എന്താണെന്നറിയില്ല. ഞാൻ എന്ത് ജോലിയായാലും ഞാൻ കയറാൻ തയ്യാറാണ്, പക്ഷേ ആരും അങ്ങനെ ജോലി തരുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എന്നെ തട്ടി വിട്ടിട്ട് പോയി. അപ്പോൾ പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്.